ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കേട്ട ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അതുല്യ എന്ന പെൺകുട്ടി ഷാർജയിൽ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് എല്ലാ ചാനൽസിലും വരുന്നുണ്ട്. അതായത് ഈ കുട്ടി 19 വയസ്സുള്ളപ്പോൾ തന്നെ അതിൻ്റെ കല്യാണം നടക്കുന്നു. 17 വയസ്സുള്ളപ്പോൾ അതിൻ്റെ വിവാഹ നിശ്ചയം നടക്കുന്നു. 19 വയസ്സിൽ വിവാഹം കഴിച്ചു. 20 വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. അതിനുശേഷം 10-11 വർഷമായിട്ട് ഭർത്താവിൽ നിന്നും ശാരീരികമായിട്ട് പീഡനം അനുഭവിക്കുന്നു. ഇവർക്ക് 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്ന ചാനലുകളിൽ കാണുന്ന വാർത്ത. അപ്പോൾ ഇതിനെപ്പറ്റി ഈ വാർത്ത കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ചില തോട്ട്സാണ്. ഒന്നാമത്തെ കാര്യം, ഈ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ അവർ വിവാഹമോചനം പലരും പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ കുട്ടി ഡിവോഴ്സ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, അതായത് ഞാൻ ആർക്കും ഒരു ബാധ്യതയാകരുതല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ എനിക്ക് ആ കുട്ടി എഴുതിയ ഒരു വാചകമാണ്, അതായത് ഇപ്പോൾ എനിക്ക് 4 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. നാട്ടിൽ ആ കുട്ടിയുടെ പേരൻസാണ് ഇവരുടെ മോളെ 10 വയസ്സുള്ള മോളെ നോക്കുന്നതെങ്കിലും ആ 10 വയസ്സുള്ള മോളുടെ സകല ചെലവുകളും കൊടുക്കുന്നത് ഈ ഭർത്താവാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് വിദ്യാഭ്യാസ ചെലവ്, എൻ്റെ മോളുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്ന ഈ കുട്ടിയുടെ അമ്മയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് കേൾക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നു, ഞാൻ പറഞ്ഞു എൻ്റെ മോളോട് തിരിച്ചു വാ, നമുക്ക് വേറെ 2ാം കെട്ടുകാരെ ആരെങ്കിലും ആലോചിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വിപഞ്ചിക എന്ന പെൺകുട്ടിയുടെ കാര്യം എടുത്താലും ഈ സ്ത്രീകൾക്ക് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയി കഴിഞ്ഞ് വേറൊരു കല്യാണത്തിലേക്ക് പോകുന്നത് പല സ്ത്രീകൾക്കും അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വേറെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അപ്പോൾ ഇവർ ചിന്തിക്കുന്നത്, വീട്ടിൽ ചെന്നാൽ വേറെ എന്നെ കല്യാണം കഴിപ്പിക്കും, അപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ അനാഥയെ പോലെ ആകും, അതിന് അപ്പനുമില്ല, അപ്പൻ ഒരു വഴിക്ക് പോയി, അമ്മ വേറൊരു വഴിക്ക് പോയി, അപ്പോൾ ഈ കുട്ടി നടുക്ക് ഈ പേരൻസ് നോക്കുമെന്ന്. പേരൻസ് വളരെ പ്രായമായ പേരൻസാണ്. എത്ര നാൾ അവർ ഓൾറെഡി ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയ്ക്കാണ് ഇവർ ഈ കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മകൾ തികച്ചും ആരും സഹായമില്ലാത്ത അവസ്ഥയിൽ എത്തുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ പല പെൺകുട്ടികളും ഇതിങ്ങനെ സഹിച്ച് നിൽക്കുന്നത്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കുട്ടിയെ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പറയുന്നു. ആ കുട്ടി ഉടൻ തന്നെ വിളിച്ച് പറയുന്നു. അപ്പം ഈ കുട്ടിയുടെ അനിയത്തി ഈ ഷാർജയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഒരു പീഡനം നേരിട്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ചിലരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലെ ഭാരം ഒന്ന് വേറൊരാളോട് പറയുമ്പം ഭയങ്കര ആശ്വാസം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ കുട്ടി മറ്റുള്ളവരോട് ഇത് പറയാൻ കാരണം, ഈ കുട്ടിക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടുന്നു. അപ്പോൾ അത് മാത്രമായിരുന്നു ഈ കുട്ടിയുടെ ഉദ്ദേശം. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല. അല്ലെങ്കിൽ ഷാർജയിൽ തന്നെയാണ് ഈ കുട്ടിയുടെ അനിയത്തി ഇങ്ങനെ പീഡനം ഉണ്ടാകുകയാണ്, ആ കുട്ടി പറയുന്നു വയറ്റത്ത് ചവിട്ടി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഉടൻ തന്നെ അനിയത്തിയോട് പെട്ടെന്ന് തൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ പറയുകയും അനിയത്തിയുടെ ഭർത്താവിനോട് വരാൻ പറഞ്ഞ് അവരുടെ കൂടെ രക്ഷപ്പെടുകയും അവരോട് ഒരു ടിക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞ് ആ കുട്ടിക്ക് നാട്ടിലേക്ക് പോകാം. പക്ഷേ ഈ കുട്ടി ഇത് വിളിച്ചു പറയുന്നു എന്നല്ലാതെ ഈ കുട്ടി രക്ഷപ്പെടാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ലെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. അതായത് നമ്മൾ ഒരു കാരണവശാലും ഈ ഭർത്താവിനെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, ഈ കുറ്റം മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഭർത്താവ് തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പുതപ്പിനടിയിൽ വെച്ചാണ് ഫോൺ വിളിച്ച് പറയുന്നത്. ഈ കുട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ കുട്ടി ഫോൺ വിളിച്ച് പറയുന്നതിൽ അർത്ഥമുണ്ട്. അപ്പോൾ രക്ഷപ്പെടാൻ ഈ കുട്ടിക്ക് ഉദ്ദേശമില്ല. ഈ കുട്ടി എന്നല്ല, ആരായാലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശമില്ലെങ്കിൽ
നിങ്ങൾ ഈ തൊട്ടപ്പുറത്ത് ഈ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവ് തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ ഒരു കാരണവശാലും വേറൊരു വ്യക്തിയെ വിളിച്ച് ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒന്നുകൂടെ അയാളെ പ്രൊവോക്ക് ചെയ്യാനേ അത് സഹായിക്കത്തുള്ളൂ. ഇത് വേറെ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോമെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി പറയുകയാണ്. ഓൾറെഡി നിങ്ങളുടെ ഭർത്താവ് വളരെ പ്രൊവോക്ഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളെ മർദ്ദിച്ചു അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഷാർജ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുതന്നെയല്ല ഇവിടെ പിന്നെ ഒരുപാട് ഫ്ലാറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. ഫ്ലാറ്റിൻ്റെ താഴോട്ട് പോയാൽ തന്നെ നിങ്ങൾ റൂമിന് വെളിയിറങ്ങി തന്നെ നിങ്ങൾ വളരെ സേഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഭർത്താവിൽ നിന്ന് പീഡനം അനുഭവിക്കുവാണെങ്കിൽ ഉടനെ തന്നെ പ്രൊവോക്ഡ് ആയിരിക്കുന്ന ഒരാളെ ഒന്നുകൂടെ നിങ്ങൾ അത് ഉടനെ തന്നെ വിളിച്ച് നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുന്നതിൽ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാനല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഉദ്ദേശം ഇല്ല എങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുന്നത് വളരെ ഒരു മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ ഓൾറെഡി പ്രൊവോക്ഡ് ആയിരിക്കുന്ന ആളെ ഒന്നുകൂടെ പ്രൊവോക്ക് ചെയ്യാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. എനിക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ഈ കുട്ടി എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഡിവോഴ്സിന് പോകാനോ തയ്യാറാകാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞാൽ നിങ്ങളെ അവർ ഏത് രീതിയിൽ സഹായിക്കും? എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൽ നിന്ന് കിട്ടുമോ? നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോട് ചെന്ന് പറയുന്നു അല്ലെങ്കിൽ സഹോദരനോട് ചെന്ന് പറയുന്നു, അവർക്ക് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചെന്ന് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ കുടുംബജീവിതത്തെ മോശമാകുമെന്നല്ല, നിങ്ങളെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റും എങ്കിൽ മാത്രമാണ് നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സഹായവും ഈ പറയുന്ന വ്യക്തികൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിനെ പറ്റി മോശമായിട്ട് മറ്റുള്ളവരോട് പറയുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഭർത്താവിനെ പറ്റി പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പീഡനം നേരിടുകയാണെങ്കിൽ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെടുവാൻ ശ്രമിക്കുക. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പീഡനം സഹിച്ചുകൊണ്ട് ഈ പീഡിപ്പിക്കുന്ന ആളെ പറ്റി വേറൊരാളോട് കുറ്റം പറഞ്ഞതുകൊണ്ട് ആരാണോ പീഡിപ്പിക്കുന്നത് അയാളെയൊക്കെ ഒന്നുകൂടെ നിങ്ങളോട് ദേഷ്യം തോന്നാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുക, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ വീട്ടുകാർ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുക. എത്രയും പെട്ടെന്ന് വേറൊരു ജോലിക്ക് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ കുട്ടിയെ വളർത്തുവാൻ ശ്രമിക്കുക.